സംഗടി ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പേര് നിഷാപ്പി. ഞാൻ അവരുടെ പോസ്റ്റ് ഉടനീളം പോയി ചെക്ക് ചെയ്തു. അയ്യോ, മൊത്തത്തിൽ ശംഖപരിവാറിൻ്റെ ഒരു മൂടുതാങ്ങിയാണ്. അല്ല ചേച്ചി, ചേച്ചി ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ നോക്കുമ്പോൾ എന്താ, ഹമാസ് ഇക്കമാർ എന്തെന്നാ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോയി ഉടുപ്പ് വാങ്ങിച്ചിടുന്ന. ഇത് സുഡിയോയെ നമ്മൾ വിലക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ജമാഅത്ത് ഇസ്ലാമിക്കാർ സുഡിയോയെ പ്രൊഹിബിറ്റ് ചെയ്യണമെന്നോ അല്ലെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഹിബിഷൻ അല്ല, ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വിഷയത്തിന് എടുത്ത് വെച്ചിട്ട് ഹമാസ് ഇക്കമാരുടെ പെർമിഷൻ ഇല്ലാതെ പോയി അവൾ വള്ളി നിക്കർ വാങ്ങിച്ച കാര്യം പറയണം. ആണോടി, നീ ഒന്ന് വള്ളി നിക്കർ വാങ്ങിച്ചത് എല്ലാം ഹമാസ് ഇക്കമാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ്? അതെന്തൊരു ആക്കലാണടി, ഇതൊരു പ്രത്യേകതര ആക്കലാണല്ലോ. മനുഷ്യനായി ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു പ്രതിഷേധ നടപടി മാത്രമാണത്. അപ്പം അവർ ബോയ്ക്കോട്ട് ചെയ്തതുകൊണ്ട് മാത്രം സ്റ്റുഡിയോക്കാരങ്ങ് അടച്ചു പോകുന്നൊന്നുമല്ല. ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന, ഏറ്റവും വിലക്കുറവിൽ സപ്ലൈ ചെയ്യുന്ന സ്റ്റുഡിയോ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് അവരുടെ മാർക്കറ്റ് ഒരിക്കലും ഡൗൺ ആവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്, ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, കുറയാൻ ഒരു സാധ്യതയില്ല. പിന്നെ വായ്ത്താളം അടിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും അടിക്കാമല്ല. നിന്റെ ഉള്ളിലുള്ള ആ സംഘീഭ്രാന്തമാണ് നിന്നെ കൊണ്ടിത് പറയിച്ചത്. സ്വാഭാവികം. 2000-ഓളം വരുന്ന അത്രയും മനുഷ്യർ, അതിൽ ഏറ്റവും 70% സ്ത്രീകളെ തന്നെ വംശഹത്യക്ക് വിധേയതാക്കിയത്, അതും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ അഭിമാനം നഷ്ടപ്പെടുക എന്നുള്ളത്. ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നുകളഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയം പറയുന്ന നിനക്ക് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ അനുകൂലിക്കാനേ തോന്നുള്ളൂ. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അപലപിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്ന വംശഹത്യ. അത് വംശഹത്യ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ബോംബിടുക എന്ന് പറയുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ഭീകരമായ ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലുകാർ ചെയ്തത് എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു അധികാരിയാണ്. അദ്ദേഹം പോലും അപലപിച്ച ഒരു കാര്യത്തിന് നിനക്ക് അനുകൂലിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലുള്ള കൊടിയ വിഷം കൊണ്ടാണ്. വംശഹത്യ നടത്തുന്ന ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാളെ തുലവും തുച്ഛമായി നിൽക്കുന്ന നിങ്ങളുടെ വിഭാഗത്തിനെ ഹത്യ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാൽ അപ്പോൾ മനസ്സിലാകും ഇന്ന് പാലസ്തീൻ ജനത അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണ്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ വ്യക്തിത്വമില്ലാത്തവരാണ്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. സ്വതവേ ഒരു കാര്യത്തിലും ഒരു ശല്യത്തിനും പോകാത്ത ഒരു വിഭാഗമാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും. ശക്തരാണെന്നോ അബലയാണെന്നോ തബലയാണെന്നോ എന്ത് തന്നെ പറഞ്ഞാലും കുട്ടികളെയും പെണ്ണുങ്ങളെയും ഉപദ്രവിക്കത്തില്ല. യുദ്ധനീതിക്ക് എഗൻസ്റ്റ് ആണത്. യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ അതുപോലും കീപ്പ് ചെയ്യാതെ അതിഭീകരമായി അത്രയും മോശമായ രീതിയിൽ വംശഹത്യ ചെയ്യുന്ന ഒരു വൃത്തികെട്ട വിഭാഗത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്കെതിരെ അവർ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടി മാത്രമാണ് സ്റ്റുഡിയോയെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന ഏത് സംവിധാനത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നവർ മനുഷ്യരല്ലെന്ന് പറയും. പ്രത്യേകിച്ച് നീ ഒരു പെണ്ണല്ലേ, നിനക്കാ ബോധം വേണ്ടേടി. വേറെ ആരെങ്കിലെങ്കിലും നിനക്കാ ബോധം വേണ്ടേ? പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്ന നീയൊക്കെ മനുഷ്യത്തെയാണ്. ഒന്നും പറയാനില്ല. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക, അല്ല ഹമാസ് ഇക്കമാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഹമാസ് അവരുടെ സംരക്ഷകരാണ്. അതൊരു തീവ്രവാദ ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഹമാസ്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന രീതി ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതോ എന്നുള്ളതല്ല വിഷയം. അവിടെ കുട്ടികളും പെണ്ണുങ്ങളുമാണ് ആക്രമിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും. വംശഹത്യയാണ്. തീർച്ചയായിട്ടും ഗുജറാത്തിൽ വംശഹത്യ നടത്തിയ നിങ്ങൾക്ക് അവരെ അനുകൂലിക്കാൻ പറ്റുമല്ലോ, തീർച്ചയായിട്ടും പറ്റും. അങ്ങനെയുള്ള നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാവത്തില്ല. ഞാൻ ഈ വിഷയത്തിൽ അനുകൂലനമൊന്നും പറയുന്നില്ല, എൻ്റെ വക പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വിഭാഗം ജനത അതിൽ വേദനിച്ചിട്ട് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വേദനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയ തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് സ്റ്റുഡിയോയ്ക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടി എന്നതിനപ്പുറം പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് കളിയാക്കാതിരിക്കാനുള്ള മാനവികത അത് നിങ്ങൾക്ക് ഉണ്ടാകണമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പെണ്ണായ നിനക്ക് ഉണ്ടാകണമായിരുന്നു. പ്രത്യേകിച്ച് സംഘിണികൾക്കുള്ള ഒരു ക്വാളിറ്റി അതാണ്. 2000-ഓളം വരുന്ന ജനങ്ങളെ അടിച്ചും വെട്ടിയും കുട്ടിയും കൊന്നും കളഞ്ഞെങ്കിൽ കുഴപ്പമില്ല, അത് വംശീയത്തെ അങ്ങനെയും വിചാരിക്കാം. ബലാത്സംഗം ചെയ്ത് കൊന്നതിനെയൊക്കെ അനുകൂലിക്കാനും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും പോകുന്ന ഒരു പ്രത്യേകതരം മനസാക്ഷി ഉണ്ടല്ലോ, പറയാതെ പാടില്ല. ഇനി ഈ സംഘിണി എഴുതിയ വേറൊരു പോസ്റ്റ് ഉണ്ട്. ഈ ഒരു ഹെഡ്ലൈൻ കണ്ടാൽ അതിനെ ആഘോഷിക്കാൻ ആളുകൾക്ക് പഞ്ഞമുണ്ടാവില്ല. ദിയയുടെ ബിസിനസ്സിൽ നിന്നും പൈസ തട്ടിച്ച ജോലിക്കാരിൽ നിന്നും അത് തിരിച്ചു വാങ്ങിയതിന് അവർ കൊടുത്ത കൗണ്ടർ കേസാണ് സംഭവം. അതിൻ്റെ ഹെഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതിയാണ് ആ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശിക്കുന്നത്. BJP നേതാവ് ശ്രീ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്, മകൾ ദിയ കൃഷ്ണയും പ്രതി. ഇത് കണ്ടിട്ടാണ് കമന്റ് എഴുതിയിരിക്കുന്നത്. ദിയയുടെ ബിസിനസ്സിൽ നിന്ന് പൈസ തട്ടിച്ച ജോലിക്കാരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങുന്നതിന് അവർ കൊടുത്ത കൗണ്ടർ കേസാണ് സംഭവം. ഗർഭിണിയായ ആ സ്ത്രീയെ സാമ്പത്തികമായി വഞ്ചിച്ചപ്പോൾ അതിനെ സഹായിക്കാൻ ചെന്ന ആ വീട്ടിലെ അച്ഛനാണ് ഇപ്പോൾ കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. അതും വഞ്ചനാ കേസിൽ ഇവർ കൊടുത്ത കേസ് നിലവിലിരിക്കെ. ഒന്നും നടന്നില്ലെങ്കിലും ഇത്തിരി നാണം കെടുത്താൻ പറ്റും, അതെങ്കിലും നടക്കട്ടെ. ഇത് പൊതുബോധമില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി തന്നെയല്ലേ? ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഗുണ്ടായിസം കാണിച്ചാൽ ഇതുപോലെ കേസ് വരും. അയാളാണോ നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്നത്? അല്ലല്ലോ. ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട്.
പോലീസുകൾ ഉണ്ട്. അവരെ ആരെയും അപ്രോച്ച് ചെയ്യാതെ ഗുണ്ടായിസം കാണിച്ച കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചാൽ അതിനെ ഗുണ്ടായിസം എന്നല്ലേ പറയുക? ഗുണ്ടായിസത്തിനെ ഗുണ്ടായിസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനെ അനുകൂലിക്കുന്ന സംഘിണി അങ്ങേർക്ക് വേണ്ടിയിട്ട് വായ്ത്താളടിക്കുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ ഗർഭിണിയായ പെണ്ണ്, അതിലൊരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാത്തില്ല. അവർ വെട്ടിച്ച ടാക്സിനെ പറ്റി എന്താ ശങ്കിണിക്ക് വായിൽ അണ്ണാക്കി പിരിവെട്ടിയ? അതെന്താ സംഘിണി അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? അതും കൂടെ പറയും, അപ്പോഴല്ലേ രസമുള്ളൂ. വെട്ടിപ്പും തട്ടിപ്പും നടത്തിയത് കൊണ്ടാണല്ലോ സ്വന്തമായിട്ട് ഗുണ്ടായിസ് നടത്തി അത് ഒളിച്ചു വെക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടുള്ളത്. കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ലല്ലോ. വെട്ടിപ്പുകൾ നടത്തുന്നവർക്കാണ് പലതും ഒളിച്ചു വെക്കേണ്ടി വരുന്നത്. അവർക്കാണ് ഇങ്ങനെയുള്ള ന്യായങ്ങളും വായ്ത്താളങ്ങളും അടിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് സോപ്പിട്ട് നിർത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ വീണ് കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ 3 പെൺകുട്ടികൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ വാദിക്കത്തില്ല. പക്ഷേ ദിയ ചെയ്തതും ശരിയല്ലല്ലോ. അവരുടെ പേർക്ക് പൈസ വരുത്തുമ്പോൾ നാളെ ടാക്സ് പേയ്മെന്റ് അവർ കൊടുക്കേണ്ടി വരത്തില്ലേ? അത് ആ കുട്ടികളുടെ ലൈഫിനെ റൂയിൻ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അത് ചെയ്തപ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഗർഭിണിയോ എന്തോ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ വേണ്ടേ? കാലങ്ങളായി അവരുടെ പേർക്ക് വരുന്ന പൈസ മൊത്തവും അവർ തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പം അത് വാങ്ങി പൊട്ടടിച്ച ദിയയ്ക്ക് ഒരല്പമെങ്കിലും മാന്യത വേണ്ടേ? അതില്ല എന്നുള്ളത് വസ്തുതയാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ദിയയ്ക്ക് സപ്പോർട്ട് പറയാമെന്നതിനപ്പുറം രണ്ടും കണക്കാണ്. ഒരാൾ ദിയയെ പറ്റിക്കുന്നു, മറ്റേയാൾ രാജ്യത്തെ പറ്റിക്കുന്നു. അത്രയേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ. രാജ്യസ്നേഹികളാണല്ലോ മെയിനായിട്ട് രാജ്യദ്രോഹികൾ, നീ ഉൾപ്പെടെ. അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഏതായാലും ഒരു വിഭാഗം ജനത അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി നടത്തിയ ഒരു ബോയ്ക്കോട്ടിനെ ഇങ്ങനെ എടുത്തു വെച്ച് കളിയാക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വേണ്ട, എന്തിനാ അത്രയൊന്നും ഞാൻ പോകുന്നില്ല. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്ഭവദോഷം പേരിൻ്റെ അറ്റത്ത് തന്നെയുള്ള നിന്നെയൊന്നും പറഞ്ഞ് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. നിനക്കൊക്കെ മനസ്സിലാകുന്ന ദിവസം വരും, അന്നേക്ക് ഇത് ഒരുപാട് വൈകിപ്പോയിരിക്കും. മുസ്ലിങ്ങളെ കാണുമ്പോൾ ആ കുത്തിക്കിഴപ്പുണ്ടല്ലോ, അതിനുള്ളൊരു ചെറിയ മറുപടിയായിട്ട് കൂട്ടിയാൽ മതി. നീ ഇതിന് മറുപടി തന്നാൽ നിനക്കുള്ള ഉഗ്രം മറുപടി ഞാൻ വേറെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ശങ്കികളെ വന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്. വരിക, റിപ്പോർട്ട് അടിക്കുക, ഓടിത്തള്ളുക. കമൻറ്റ് ഇട്ട് തന്തയ്ക്ക് നല്ലെങ്കിൽ വിളി കേൾക്കും. ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല. അങ്ങനെയാണ് ടിറ്റ് ഫോർ ടാറ്റ്, മറുപടി സ്പോട്ടിൽ തരും. താങ്ക് യു.